അതാണ് ഞാൻ പറഞ്ഞത്. ബാൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ബാൻ ചെയ്യാൻ മാത്രം ഒന്നും സിനിമയിലില്ല. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് സിനിമകൾ മാറുന്നത് പോലെ തന്നെ ഞാൻ എന്നും ചെയ്തിട്ടുള്ളത് പരീക്ഷണ ചിത്രങ്ങളാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ഫ്രൈഡേ മുതൽ ഞാൻ എക്സ്പെരിമെൻ്റൽ മൂവീസാണ് ചെയ്തേക്കുന്നത്. ഇതും അങ്ങനെ തന്നെ ഒരു സിനിമ തന്നെയാണ്. കാണുമ്പോൾ നമുക്കൊരു ലവ് സ്റ്റോറി ആയിട്ട് തോന്നുമെങ്കിലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഈ സിനിമയ്ക്കുണ്ട്. കുട്ടികളെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോ ചെയ്യുന്നത്. കുട്ടികൾക്കും കൂടിയുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. എനിക്ക് മങ്കിപ്പൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമയായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളൊരു സിനിമയാണിത്. എൻ്റെ മങ്കിപ്പൻ ഞാൻ ആദ്യമായിട്ട് റിലീസ് ചെയ്തത് സവിത തിയേറ്ററിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഷോ സവിതയിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച്. രണ്ടാമത്തെ കാര്യം എൻ്റെ കോളേജ് എൻ്റെ സ്കൂളിലെ കുട്ടികളെല്ലാം സെൻറ്റ് തെരേസസിലെ ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികളെല്ലാം ഇതേപോലെ തന്നെ മങ്കിപ്പൻ ഇറങ്ങിയപ്പോഴും എല്ലാവരും വന്നിരുന്നു. ഈ പ്രാവശ്യവും അവർ വരുന്നുണ്ട്. കൂടാതെ കുറേ കുഞ്ഞു കുട്ടികളും ഒക്കെ സിനിമ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് എനിക്കൊന്ന് ഷെയ്നെ മഹിമനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു RDX കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ ചേച്ചിയെ ചേട്ടനെ വെച്ച് പകലുള്ളൊരു സിനിമ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് ഈ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഷെയ്ൻ മഹിമ കോമ്പിനേഷൻ. അപ്പോൾ അതെല്ലാവരും കൈനീട്ടി സ്വീകരിക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ ഷെയ്ൻ്റെ ഇൻ്റർവ്യൂസിൽ ചില കാര്യങ്ങളൊക്കെ വിവാദമായിട്ടുണ്ടായിരുന്നു. അതൊരു അനവസരത്തിലുള്ള അതായെന്ന് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല. അത് ഷെയ്ൻ്റെ അഭിപ്രായം പറയുന്നു. അതിന് ഞാൻ എന്ത് പറയാനാണ്? എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സിനിമയെ ബാധിക്കുന്നുള്ള ടെൻഷനുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഏത് സിനിമയ്ക്കും അതിൻ്റേതായ വിധിയുണ്ട്. അപ്പം നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും, അല്ലാത്തതാണെങ്കിൽ തള്ളിക്കളയും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതൊക്കെ വിവാദങ്ങൾ തന്നെ. എന്നെ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കും. സിനിമയുടെ കാര്യമൊന്നുമില്ല. GCC ബാൻ ചെയ്യാനുള്ള കാര്യം സുഡാപ്പി ഒന്നുമല്ല. അതായത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ഈ സാന്ദ്ര തോമസ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാലോ. അപ്പോൾ അതിനകത്തുനിന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വിമർശനങ്ങളും ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ സപ്പോർട്ട് ആരെങ്കിലും ചെയ്തിരുന്നു? ഇത്രയും ഇഷ്യൂകൾ വരുമ്പോൾ സപ്പോർട്ടും കൂടി വന്നിരുന്നു. മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്മളെല്ലാവരും പുറത്തുനിന്ന് കാണുമ്പോൾ മലയാള സിനിമ ഭയങ്കരമായ കളക്ഷൻസ് നേടുന്നു. അതായത് 100 crores 200 crores മലയാള സിനിമ അത് ഹിറ്റ് ഇത് ഹിറ്റ്, അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ലാത്ത ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയെക്കുറിച്ച് എല്ലാവരും ഓരോ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് സെയിൽസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും വളരെയധികം പ്രതിസന്ധിയിലാണ്. മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ്, അതായത് 100 crores ഓടിയ സിനിമ പോലും സെയിൽ നടക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി തിയേറ്ററിക്കൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രഗിൾ ആസ് എ ഫീമെയിൽ പ്രൊഡ്യൂസർ എനിക്ക് വളരെയധികം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും, ആണുങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ലിമിറ്റേഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലും ടെർബോയും പോലുള്ള സിനിമകളുടെ തന്നെ സെയിൽ നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാൻ. ഈ 100 കോടി 70 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാ റീസെൻറ്റ് സിനിമകളിലൊക്കെ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ സെയിൽ നടക്കാൻ, അല്ലെങ്കിൽ അത്ര ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പോലും സെയിൽ നടക്കാത്ത അവസ്ഥയാണെങ്കിൽ OTT പിച്ച് ചെയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ 100 crores 200 crores അല്ലെങ്കിൽ 70 crores 50 crores എന്നൊക്കെ പറയുന്ന സിനിമകളുടെ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അത് പിന്നെയും ഇതിൻ്റെയൊക്കെ സെയിൽ നടക്കുന്നുള്ളൂ. അല്ലാത്തതൊന്നും തീരെ പോകുന്നില്ല. ഇപ്പോൾ എത്രയോ സിനിമകൾ ഒരു ആവറേജ് ആയിട്ട് ഓടിപ്പോയ സിനിമകളൊന്നും നിങ്ങൾക്ക് ഒരു സാറ്റലൈറ്റിലും കാണാൻ പറ്റില്ല, ഒരു OTTയിലും കാണാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ആർക്കും സിനിമ വേണ്ട എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാര്യം എല്ലാവരും വെബ് സീരീസുകൾ ചെയ്യുകയാണ്. ഇപ്പോൾ സിനിമ വേണ്ട. അപ്പോൾ സിനിമ എന്നുള്ളത് ഇനിയിപ്പോൾ കംപ്ലീറ്റ്ലി തിയേറ്ററിക്കൽ എന്നുള്ള രീതിയിലേക്ക് മാറുന്നൊരു ഭയാനകമായ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മാറുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതാണ്. ഈ ഇപ്പോഴത്തെ സിനിമകളുടെ 100 കോടി എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക്? എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നമ്മുടെ ജനങ്ങൾ വിചാരിച്ചാൽ എന്നത് അവിടെ സൗദിയിലുള്ള ഒരാൾക്ക് വേണ്ടി ഇത്രയും കോടി ഇവിടുന്ന് ജനറേറ്റ് ചെയ്തതല്ലേ? അത് എത്ര നേരം കൊണ്ടാണ്? അത് ഒരു സിനിമയിലേക്ക് ആ കളക്ഷൻ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒരിക്കലുമില്ല. ഇവിടെ ജനങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായ ഒരു കാര്യമില്ല. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.